dignitaries to come forward. ഞങ്ങളെ സമ്പന്നരാക്കുന്ന സ്നേഹം ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയകുട്ടികളെ, പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഹൃദയഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ തിരതല്ലുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് ഈ നിമിഷം. നാമൊക്കെ പല ആവർത്തി കേട്ടുമറന്ന ഹെൻറി ഫോർഡിന്റെ തൂലികത്തുമ്പിലൂടെ കുറിക്കപ്പെട്ട ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്നിച്ചു ചേരുന്നതാണ് തുടക്കം, ഒന്നിച്ചു നിൽക്കുന്നതാണ് പുരോഗതി, ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജയം. അതെ പ്രിയപ്പെട്ടവരെ, ഈ വലിയൊരു യാഥാർത്ഥ്യം ഈ ദിവസങ്ങളിലൊക്കെയായി നാം തിരിച്ചറിയുകയായിരുന്നില്ലേ? 21 വർഷങ്ങൾക്ക് മുൻപ് ഈ കൊച്ചു ഗ്രാമത്തിൽ ക്രിസ്തുരാജ് ഇടവകയിൽ തിരികൊളുത്തിയ ഈ ക്രിസ്തുജ്യോതിയുടെ വാർഷികം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Children are the greatest assets which are to be nurtured and nourished with tenderness and care. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കുട്ടികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ അസറ്റാണ്. പക്ഷേ ഈ അസറ്റ് മലയാളത്തിലൊന്ന് മാറ്റിയാൽ വ്യത്യസ്തമായ ഒരു ആശയമായിരുന്നത് അസത്ത് എന്ന് പറയും. അസത്തായാൽ എങ്ങനെയുണ്ട് നമുക്കറിയാം. മാതാപിതാക്കന്മാരുടെ വലിയൊരു പ്രതീക്ഷ മക്കളാണ്. നിങ്ങളിൽ പലരും ജീവിക്കുന്നതും അത്യധ്വാനം ചെയ്യുന്നതും ഈ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നിൽക്കുന്നു. നമ്മുടെ പഴയൊരു ചൊല്ലുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ദ ട്രെയിനിങ് ഓഫ് ബോത്ത് ഹെഡ് ആൻഡ് ഹാർട്ട്. ഹൃദയത്തിന്റെയും തലയുടെയും രൂപീകരണമാണ് വിദ്യാഭ്യാസം. ചിലപ്പോഴെങ്കിലും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്, തല വികസിച്ചാൽ മതി, ഹൃദയം വികസിക്കണ്ട. അങ്ങനെ ഒരു നിലപാടിനുള്ള വലിയൊരു ഉത്തരമാണ് കയ്യൂര് പോലുള്ള ഗ്രാമങ്ങളിലെ ഇതുപോലെ മനോഹരമായ സ്കൂളുകൾ. ഗ്രാമീണതയും ശാലീനതയും കുലീനത്വവും മക്കൾക്ക് നഷ്ടപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന മാനേജ്മെന്റും അധ്യാപകരും മാതാപിതാക്കന്മാരും ഒക്കെയാണ് സ്കൂളുകളെ നിലനിർത്തുന്നതും വളർത്തുന്നതും. നിങ്ങൾ ചിലർക്കെങ്കിലും നമ്മളുടെ 7 സ്റ്റാർ 5 സ്റ്റാർ റേഞ്ചിലുള്ള സ്കൂളുകളിൽ മക്കളെ വിടാം. പക്ഷെ പലപ്പോഴും രണ്ടാമത്തെ കാര്യം ഇസ് ദ ട്രെയിനിങ് ഓഫ് ദ ഹാർട്ട് എന്നുള്ള കാര്യം നടക്കണം എന്നില്ല. പാലായിൽ തന്നെ നമുക്ക് വലിയ നിലവാരമുള്ള സ്കൂളുകൾ എന്ന് പറയാവുന്ന ഇൻവെർട്ടഡ് കോമയിലെ നിലവാരം, പല സ്ഥലങ്ങളിലുമുള്ള നിലവാരവും നിലപാടുകളും
എന്താണ് എന്നുള്ളത് നമുക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കയ്യൂര് പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് അത്യുദ്ധാനം ചെയ്ത് നിങ്ങൾ പടുത്തുയർത്തുന്ന ഇത്തരം കലാലയങ്ങള് നമ്മുടെ മക്കളെ പറ്റിയുള്ള ആശങ്കകൾക്ക് വലിയ ഉത്തരമാണ്. കയ്യൂര് പോലുള്ള ഇടവകകളിലെ സ്കൂളുകൾ വളരണമെങ്കിലും നമ്മുടെ മക്കൾ ഇവിടെ പഠിക്കണം. അമിത ഫീസൊന്നുമില്ലല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾ ഇനി നിങ്ങൾക്ക് അല്പോടെ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ചെറിയ 1-2 സ്കൂളുകളൊക്കെ ഏകദേശം നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഒരെണ്ണം തീർച്ചയായിട്ടും വരും. നമ്മുടെ കുറെ കൂടെ പിള്ളേരുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ചിന്തിക്കുന്നത് നമുക്ക് കുറെ കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. മാനേജർമാരുടെ തലവേദന ഒത്തിരി കുറയും. അവർക്ക് കയ്യൂര് 5 വർഷം കഴിയുമ്പോൾ പിതാവിനോട് വീണ്ടും 2 കൊല്ലോടെ ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും മറക്കാതെ അതുവഴി ദൈവത്തെ പറ്റി ഓർമ്മയുള്ളവരായിട്ട് വളരാൻ സാധിക്കണം. മക്കൾക്ക് എന്ത് ദാനങ്ങൾ കൊടുത്താലും ദൈവത്തെ കൊടുക്കാൻ മറക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവമാണ് ഏറ്റവും വലിയ അക്ഷരം, ഏറ്റവും വലിയ അക്ഷയ സമ്പത്തും ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ പരിപാലനയിൽ വളരുന്ന നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ള കയ്യൂര്, ആ ദൈവത്തിന്റെ മുൻപിൽ വൈകുന്നേരങ്ങളിൽ മുട്ടുമടക്കുന്ന നമുക്ക് ശോഭനമായ ഒരു ഭാവി നമ്മുടെ മക്കളിലൂടെ മുന്നിൽ കാണാൻ സാധിക്കട്ടെ. അങ്ങനെ വിദ്യാസമ്പന്നതയും ഒപ്പം കുലീനത്വവും ആഠ്യത്വവുമുള്ള നല്ല മികവുറ്റ കഴിവാർന്ന മറ്റൊരു തലമുറയെ കണ്ടെത്തുവാനും ഈ എന്താ പറയുന്ന കോസ്മോപൊളിറ്റൻ കൾച്ചർ എന്നതിനേക്കാൾ ഗ്രാമീണ കൾച്ചർ സ്വായത്തമാക്കുന്ന ഒരു തലമുറയുടെ ആസ്ഥാനമായിട്ട് കയ്യൂർ ഉയരുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്കൂളിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമ്മളുടെ ഈ വാർഷികം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യും. താങ്ക് യു. വാർഷിക ആഘോഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒക്കെ ഒരു അവസരമാണ്. നമ്മളിന്ന് ഈ വർഷത്തെ ആനിവേഴ്സറിയുടെ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെല്ല വിസ്റ്റ എന്ന പേരാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് റെയിനി സിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. ബ്യൂട്ടിഫുൾ വ്യൂ, ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറി കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് അത് കാണുവാനുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോഹരമായ കലാപരിപാടികൾ ആസ്വദിക്കുക. ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, അവരുടെ ബാഹ്യമായ പെരുമാറ്റം, സംസാരം, അവരുടെ കഴിവുകൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അങ്ങനെ അവരെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും മാതാപിതാക്കളെ എപ്രകാരമാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ബോധ്യവുമുള്ള രചനയാണ് നമുക്ക് ഇന്നത്തെ ഈ വാർഷികാഘോഷത്തിന് ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അച്ഛനെ നമുക്ക് കിട്ടിയതിന് വലിയ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കരുതുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. സമൂഹത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. ജീവിതത്തിൽ വിജയം നേടുന്നതിനും വ്യത്യസ്തമായ ചെയ്യുന്നതിനുമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം. സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്ത്യോദയ സ്കൂളിലെ ഓരോ കുട്ടിയെയും മനസ്സിലാക്കി തൻ്റെ സ്നേഹവും കരുതലും നൽകുകയും എന്നാൽ ഉത്തരവാദിത്ത ബോധവും അർപ്പണ മനോഭാവമുള്ള ഞങ്ങളുടെ മാനേജർ ഫാദർ പോൾ പാറക്കൽ സഹപ്രവർത്തകർക്ക് ഒരു സഹായവും നല്ല മേലധികാരിയുമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ മേൽ വർഷിച്ച നിരവധി അനുഗ്രഹങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സ്കൂളിന് നേതൃത്വം നൽകുന്ന മാനേജരത്തിനെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുട്ടികളുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന പാലാ ഡയോസിസ് പ്രോട്ടോസിജിലിസ്റ്റ് റവറൻഡ് ഫാദർ ജോസഫ് തടത്തിലച്ഛന്റെ മഹനീയ സാന്നിധ്യത്തിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയെ അലങ്കരിച്ച വിശിഷ്ട വ്യക്തികളെ നന്ദിയോടെ സ്മരിക്കുന്നു.
സ്നേഹനിർഭരമായ കരുതലിനും നിർദ്ദേശങ്ങൾക്കും സഹകരണത്തിനും പിന്തുണയ്ക്കും എല്ലാ മാതാപിതാക്കളോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഈ സ്ഥാപനത്തെ അതിൻ്റെ കാഴ്ചപ്പാടും ദൗത്യവും കൈവരിക്കുന്നതിന് എപ്പോഴും തയ്യാറായ നല്ല പ്രതികരണത്തിന് എൻ്റെ സഹപ്രവർത്തകരോടും വിദ്യാർത്ഥികളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ദിനങ്ങളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നു. പള്ളി കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾ, MSMI സിസ്റ്റേഴ്സ്, നല്ലവരായ നാട്ടുകാർ എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കട്ടെ. ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ സഹായിക്കുന്ന ജഗദ്ഗുരുവിന് മുൻപിൽ ശിരസ് നമിക്കുന്നു. ഇനിയും അതിനുള്ള അനുഗ്രഹങ്ങൾക്കായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിജ്ഞാന ഗോപുരത്തിൻ്റെ പണ്ണങ്ങാനം ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആശംസയും പിന്തുണയും ഈ അവസരം അറിയിച്ചുകൊള്ളട്ടെ. നല്ല വിദ്യാഭ്യാസത്തിലൂടെയാണ് ഉത്തമ ഒരു സമൂഹം സൃഷ്ടിക്കേണ്ടതെന്നും നമ്മുടെ പൂർവ്വികർ നൂറ്റാണ്ടുകൾ മനസ്സിലാക്കി എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാപനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ സമൂഹത്തിലെ വ്യക്തികൾ ഈ സ്കൂളിൻ്റെ കവാടങ്ങളോടെ അവരവരുടെ കർമ്മമേഖല വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ഈ വാർഷിക പദ്ധതി പരിപാടികൾ എന്നിൽ പ്രവർത്തിച്ച അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികൾക്കും ഇന്നേ ദിവസം സ്കോളർഷിപ്പിന് അർഹയായ എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ആശംസ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസമാണ് ഒരു നാടിൻ്റെ ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുമാണ് ഓരോ നാടിൻ്റെയും സാംസ്കാരിക പുരോഗതിയുടെയും വളർച്ചയുടെയും പ്രധാനപ്പെട്ട ഘടകം. ഓരോ നാടിൻ്റെയും അറിയാത്ത ഉറപ്പുകളാണ് ഓരോ സ്കൂളുകളും. നമ്മുടെ നാടിൻ്റെ അറിയാത്ത ഉറപ്പായ ക്രിസ്തുജ്യോതി സ്കൂളിൻ്റെ 21ാം വാർഷികമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത്. നമ്മുടെ സ്കൂൾ ഇന്ന് ഈ നിലയിൽ കുറിക്കുന്നുണ്ടാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കഠിനാധ്വാനം ചെയ്ത അനേകം പേരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ കർമ്മങ്ങൾക്ക് മുമ്പ് ഒരു നിമിഷം ഞാൻ തിരിച്ചു നിൽക്കുന്നത്. ഇന്ന് ഈ സ്കൂൾ ഈ നിലയിൽ പുസ്തകത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നത്. അനേകം വിദ്യാർത്ഥികളെ ഈ നാടിന് പുരോഗതിയിൽ നിന്നും വാർത്തെടുക്കുവാൻ നമ്മുടെ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ വിദ്യാലയമായിട്ട് വളരെ കുറച്ച് മാസത്തെ പരിചയമേ എനിക്കുള്ളൂ. എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുള്ളത് ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചും അനധ്യാപകരെ കുറിച്ചുമാണ്. വളരെ കെയറിങ്ങോടുകൂടിയും സ്നേഹത്തോടെയുമാണ് അവർ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളോടും പെരുമാറുന്നത്. അതുതന്നെയാണ് ഈ സ്കൂളിലെ ഏറ്റവും ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രൗഢോജ്വലമായ ഈ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ ബെല്ല വിസ്റ്റ 2K24 എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടും അതോടൊപ്പം ഈ സ്കൂളിൻ്റെ വിജയത്തിന് ഉള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ശിവകാളി പാടുന്നു ശതതന്ത്രിണീ ശിലപോലും Last but not least, a big thank you to each one of you who made the annual day celebration memorable for all of us. On behalf of my school, let me thank all students of our school to be disciplined and honored. Our school students are not only good at academics but also in other activities. We value you and every moment that you stay in this temple of learning. Finally, I would like to thank our budding rock stars that made the event joyful with their impressive performances. Your days of hard work were evident in your acts. All the programs were very good and were enjoyed by each one of us present here. Where there is unity, there is always victory. So let's work together and acquire victory. Once again, thank you all and enjoy your day. My school organizes many cultural programs like Independence Day, Onam celebration, Children's Day, Teachers Day, Christmas celebration, Sports Day, annual function, etc. My school teachers are very kind and caring. In conclusion, I can say that school
maximum of my time. In the company of parents like teachers and siblings like peers. I love my school very much and I consider my school as my second home. Thank you. Have a wonderful evening to all. abuse are profound and far-reaching. Firstly, they harm our health. Drug abuse can lead to lung damage, liver disease, and many other serious ailments. It can also impair our cognitive functions, the ability to think clearly, concentrate, and to make sound decisions. Narcotics also take a toll on our relationship. Drug abuse often leads to strained relationship with family, friends, and loved ones. It can cause us to lie, steal, and hurt those around us. Moreover, narcotics can have a devastating impact on our future. They hinder our academic performance, weaken our focus, and limit our potential. In addition, we can support those who are struggling with addiction. Rather than isolating or judging them, we can provide them resources and help them to recover. Remember that our country needs us as we are its future. Together, we can build a future free from narcotics. Thank you. Thank you.
in the
നമോസ്തുതേ. Good evening, one and all present here. We welcome the chief guest of the day, Very Reverend Father Joseph Tadathil, to give away the prizes. Father, please. Best title proposed of the annual day, Mrs. Sharanya Kirajan. Our dear Sharanya Miss, she proposes the title Bella Vista 2K24 for annual day celebrations. Miss, please. Thank you, Father Joseph Tadathil.
second prize. ആനന്ദ ചിന്മയ ശുചീന്ദ്രനാഥ അമൃത കലാധര ശംഭോ ഇന്നെനിക്കും വരവിച്ച നൽകേണം ഞാനെന്റെ തൊഴുതുണരേണം ആനന്ദ ചിന്മയ ശുചീന്ദ്രനാഥ അമൃത കലാധര ശംഭോ അമൃത കലാധര ശംഭോ മയിലാട്ടം വേലിൻ മയിലാട്ടം ആടും മയിലേ ആടും കുയിലേ ആടുവിളയാട്ടം ആട് മയിലാട്ടം വേലിൻ മയിലാട്ടം ആട് മയിലാട്ടം വേലിൻ മയിലാട്ടം ആടും മയിലേ ആടും കുയിലേ ആടുവിളയാട്ടം ആടും മയിലേ ആടും കുയിലേ ആടുവിളയാട്ടം ആട് മയിലാട്ടം വേലിൻ മയിലാട്ടം
Say my name. My name's Tom Shelby. My name is Maximus Decimus Brutus. Kingdom. That's his phone name. My name is Asaph Schrader. The name's Paul. James Paul. 2-foot Pablo and uterus for linebacker. Open Gangnam Style.
എന്നും നമ്മൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന അച്ഛന് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അതെ, നമ്മുടെ ക്രിസ്തുജ്യോതി ഫാമിലിയിലെ ഓരോ അംഗങ്ങളും അധ്യാപകരും അനധ്യാപകരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ക്രിസ്തുജ്യോതി ഫാമിലിയിലെ ഓരോ വ്യക്തികൾക്കും എൻ്റെ പേരിലും സ്കൂൾ മാനേജ്മെന്റിന്റെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ MSMI സിസ്റ്റേഴ്സ്, നമുക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന, എന്ത് ആവശ്യത്തിനും നമ്മളോടൊത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന MSMI സിസ്റ്റേഴ്സിനും, പ്രത്യേകമായിട്ട് നമ്മുടെ മദർ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റാലറ്റിനും എൻ്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ പേരൻസ്, നമ്മുടെ ക്രിസ്തുജ്യോതി സ്കൂളിന്റെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മുടെ പേരൻസ് ആണ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുവാനും കുട്ടികളെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കുവാനും നിങ്ങൾ തയ്യാറായിരിക്കുന്നത്. ഓരോ പേരൻസിനും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ, നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, പള്ളി കമ്മിറ്റി അംഗങ്ങൾ, ഇവര് എല്ലാവരോടും നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ വ്യക്തികളെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇനി ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.